ലോകം കൂടുതൽ മികച്ച വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിച്ചുയരുകയാണിപ്പോൾ. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും വൻ മാറ്റങ്ങൾ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രധാന സൂചകമായി കാണുന്ന ഒരു ലോകമാണ് ഇന്ന് കൂടുതലും നിലനിൽക്കുന്നത്. മാത്രമല്ല, അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ വിവിധ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിലൂടെ 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു. ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പാകിസ്ഥാനെയും ചൈനയും അപേക്ഷിച്ച് തങ്ങളുടെ വ്യോമ മേധാവിത്വം ഇന്ത്യ തെളിയിക്കുകയാണ് ശരിക്കും ചെയ്തത്. പക്ഷെ ലോകത്ത് അതിലും വേഗതയേറിയ മിസൈലുകളും നിലനിൽക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗതയേറിയതുമായ മിസൈലുകളിൽ ഒന്നാണ് റഷ്യ എന്ന രാജ്യം വികസിപ്പിച്ചെടുത്ത അവാൻഗഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നത്. 2002-ൽ ABM ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനെ തുടർന്ന് റഷ്യ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് 2018 മാർച്ച് 1-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനാച്ഛാദനം ചെയ്ത 6 പുതിയ റഷ്യൻ തന്ത്രപരമായ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണിത്.